മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഏറ്റവും വലുതും അതിപുരാതനവുമായ ആനിക്കാട് ചിറ നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2.5 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ചിറ പായലും മാലിന്യങ്ങളുമായി ശോചനീയ അവസ്ഥയിലാണ്. പ്രദേശത്തിന്റെ ശുദ്ധജല സ്രോതസ്സായ ചിറ സംരക്ഷിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരാറുണ്ടെങ്കിലും നവീകരണം കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. വിവിധ സംഘടനകൾ പല ഘട്ടങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ടെങ്കിലും ഇവയെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ NSS യൂണിറ്റും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിളും സംയുക്തമായി വിവിധ സംഘടനകളുടെ സഹായത്തോടെ ചിറയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പായലും മാലിന്യങ്ങളും മാറ്റി ചെളികോരി ചിറയുടെ ആഴം വർദ്ധിപ്പിച്ച ശേഷം ചിറയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തി ചിറയ്ക്ക് ചുറ്റും നടപ്പാത നിർമ്മിച്ച് മനോഹരമാക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു നിർവഹിച്ചു. എൽദോ എബ്രഹാം MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLAമാരായ ബാബു പോൾ, ജോസഫ് വാഴക്കൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോർഡി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ബേബി, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ TM ജോസഫ്, ഗ്രീൻ പീപ്പിൾ പ്രസിഡന്റ് അസീസ് കുന്നപ്പിള്ളി, താലൂക്ക് റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കുട്ടി ജെ ഒഴുകിയിൽ എന്നിവർ സംസാരിച്ചു. 1000 പാദസ്ഥലങ്ങൾക്ക് ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ആലുവാപ്പുഴ ഒഴുകുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ആരും കാണാതെ ഓളവും തീരവും ആരെങ്കിലും മുഴുകുമോ? എവിടെയുണ്ട് തീരം? മണൽപ്പരപ്പോ വല്ലതും ഉണ്ടോ? നമുക്ക് ഒന്നുമില്ലാത്ത ഒരു അളവിലേക്ക് വന്നിരിക്കുകയാണ്. ആലുവപ്പുഴയെ കൂടെ ഒഴുകുന്നത് വെള്ളമല്ല, മാലിന്യമാണ് ഒഴുകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. സമീപ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, തിരുവമ്പ്ലാവ് സനാതന സ്കൂൾ ഓഫ് ലൈഫ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചിറ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. KCV ന്യൂസ്, മൂവാറ്റുപുഴ.